നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. CSA ദക്ഷിണ കേരള മഹായിടവകയിലെ LMS LP UP പേരിമ്പക്കോണം സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വാർഷികവും 2026 മാർച്ച് 5 വൈകിട്ട് 5 മണിക്ക് നടന്നു. മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീണിന്റെ നേതൃത്വത്തിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അതോടൊപ്പം പാറശാല MLA CK ഹരീന്ദ്രൻ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. മഹായിടവക എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി എഞ്ചിനീയർ സത്യരാജ്, മഹായിടവക പ്രോഗ്രാം കൺവീനർ പെരുങ്കടവിള റസലിയൻ, പാറശാല AEO പ്രേമലത, കുറുവാട് വാർഡ് മെമ്പർ മനുരാജ് S തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. കൂടാതെ LMS LP UP പേരിമ്പക്കോണം സ്കൂൾ ഹെഡ്മാസ്റ്റർ സുരേഷ് കുമാർ, PTA അംഗങ്ങൾ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും മഹായിടവക ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ചിൽഡ്രൻസ് മിനിസ്ട്രി ലീഡേഴ്സ് വർക്ക്ഷോപ്പ് 2026 മാർച്ച് 7 നടന്നു. മാർച്ച് 7 രാവിലെ 9 മണിക്ക് LMS കോമ്പൗണ്ടിൽ വെച്ചാണ് ചിൽഡ്രൻസ് മിനിസ്ട്രി ലീഡേഴ്സ് വർക്ക്ഷോപ്പ് 2026 നടന്നത്. മഹായിടവക വൈസ് ചെയർമാൻ റവറൻഡ് ഡോക്ടർ പ്രിൻസൺ ബെന്നിന്റെ അധ്യക്ഷതയിൽ മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹായിടവക ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ റവറൻഡ് ഐസക് പോൾ സിംഗ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നവീന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ ഇടയിൽ എങ്ങനെ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി കമ്മ്യൂണിക്കേഷൻ ബോർഡ് ഡയറക്ടർ റവറൻഡ് സാലിൻ സെസ്ദാസ് ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കുള്ള വേദപഠന ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് ഡോക്ടർ CR ഗോഡ്വിനും, കുഞ്ഞുങ്ങൾക്കുള്ള ശുശ്രൂഷയിൽ സംഗീതത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീമതി ആശയും, കുട്ടികളുടെ മനഃശാസ്ത്രം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് ഡോക്ടർ വിപിൻ ലാലും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കൂടാതെ മറ്റു ശുശ്രൂഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം 2026 മാർച്ച് 14 LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെയും ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെയും ശ്രീജന സഖ്യത്തിന്റെയും കലാമത്സരങ്ങൾ സുഗമമായി നടക്കുന്നതിനായി 2026 മാർച്ച് 14 രാവിലെ 9 മണി മുതൽ കലാമത്സരം ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. സംഗീത മത്സരങ്ങൾ വിലയിരുത്തുന്നവർ രാവിലെ 9 മണിക്ക് നടക്കുന്ന ഓഡീഷനിൽ പങ്കെടുക്കേണ്ടതാണ്. മറ്റ് മത്സരങ്ങൾ വിലയിരുത്തുന്നവർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഓഡീഷനിൽ പങ്കെടുക്കുക. 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തി സഭ, ഡിസ്ട്രിക്ട്, ഏരിയ മത്സരങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. കലാമത്സരം ജഡ്ജസ് ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. CSA ദക്ഷിണ കേരള മഹായിടവക ഇടവക തലത്തിൽ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത് 2026 ഏപ്രിൽ 19. CSA ദക്ഷിണ കേരള മഹായിടവക 2006 ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് ഇടവക തലത്തിൽ പ്രതിവർഷം വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ്. ആയതിനാൽ 2025-26 സാമ്പത്തിക വർഷത്തെ ആസ്പദമാക്കി 2026-27 വർഷത്തേക്കുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിലേക്കായി കുടിശ്ശിക ലിസ്റ്റ് തുക ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കേണ്ട അവസാന ദിവസം 2026 മാർച്ച് 15 വൈകുന്നേരം 5 മണിക്ക് മുൻപാണ്. കുടിശ്ശിക തീർക്കേണ്ട അവസാന ദിവസം മാർച്ച് 31 മുൻപും, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ദിവസം ഏപ്രിൽ 5 മുൻപും, ആക്ഷേപം സ്വീകരിക്കേണ്ട അവസാന ദിവസം ഏപ്രിൽ 12 അതോടൊപ്പം ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട അവസാന ദിവസം 2026 ഏപ്രിൽ 19 വൈകുന്നേരം 5 മണിക്ക് മുൻപാണ്. ഇടവക കമ്മിറ്റി തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക ഡിസ്ട്രിക്ട് ചെയർമാന്റെ അംഗീകാരം വാങ്ങിയ ശേഷം ഇടവകകളിൽ പൊതുജനങ്ങൾക്ക് വ്യക്തമായി പരിശോധിക്കുവാൻ തക്കവിധത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതും ഫൈനൽ വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി ഡിസ്ട്രിക്ട് അധ്യക്ഷൻ 2026 ഏപ്രിൽ 25 മുൻപ് ബിഷപ്പ് ഓഫീസിൽ വീഴ്ച കൂടാതെ ഏൽപ്പിക്കേണ്ടതുമാണ്. ആവശ്യക്കാർക്ക് നിശ്ചിത ഫീസ് ഈടാക്കി കരട് വോട്ടർ പട്ടികയുടെ ഫൈനൽ വോട്ടർ പട്ടികയുടെയും അനുബന്ധ ലിസ്റ്റിന്റെ പകർപ്പ് നൽകേണ്ടതാണ്. CSA ദക്ഷിണ കേരള മഹായിടവകയുടെ മുൻ ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് A ധർമ്മരാജ് റസാലം തിരുമേനിക്ക് 2026 മാർച്ച് 14 സെന്റ് ഓഫ് നൽകുന്നു. MMCSA കത്തീഡ്രൽ സഭയിൽ വെച്ച് മാർച്ച് 14 3 മണിക്ക് ഫംഗ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നു. സിനഡ് അംഗങ്ങളും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും വൈദികരും പരിപാടിയിൽ പങ്കെടുക്കും. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.